ഹായ്, അപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സിൻ്റെ ക്ലാസ് ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഗൂഗിൾ ആഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ നമ്മൾ ഏകദേശം 6ാമത്തെ ക്ലാസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 6ാമത്തെ ക്ലാസ് വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കൺവെൻഷൻസിനെ പറ്റിയാണ്. സോ എന്താണ് കൺവെൻഷൻസ് എന്നും എങ്ങനെയാണ് കൺവെൻഷൻ സെറ്റപ്പ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു ക്യാമ്പയിൻ നമ്മൾ സെറ്റ് ചെയ്യുന്ന നേരത്ത് കൺവെൻഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗൂഗിൾ ആഡ്സിൻ്റെ മറ്റൊരു കാര്യം. അതായത് കൺവെൻഷൻസ് നമുക്കൊരു ക്യാമ്പയിൻ ഒപ്റ്റിമൈസ് ചെയ്യണം, അതിനെ കൂടുതൽ പെർഫോമൻസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൺവെൻഷൻ സെറ്റപ്പ് ചെയ്താൽ മാത്രമേ നമുക്കത് ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. സോ എങ്ങനെയാണ് കൺവെൻഷൻ സെറ്റപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. എന്താണ് കൺവെൻഷൻസ് എന്നും എങ്ങനെയാണ് അത് സെറ്റപ്പ് ചെയ്യുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഒരു കൺവെൻഷൻസ്, അതായത് വെബ്സൈറ്റ് ത്രൂ കൺവെൻഷൻസ് നമ്മൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒരു കാർഡ് ഞാനിത് ഇവിടെ ആഡ് ചെയ്യാം. അതോടൊപ്പം തന്നെ അത് ഡിസ്ക്രിപ്ഷനിൽ ഞാനത് ആഡ് ചെയ്യാം. നിങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. നമ്മളെങ്കിലും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇതിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അത് മനസ്സിലാകും. അത് മാത്രമല്ല നമുക്ക് മറ്റ് കൺവെൻഷൻസ് വരുന്നുണ്ട്. അതായത് നമുക്ക് കോൾസ് കൺവെൻഷൻ വരുന്നുണ്ട്, ആപ്പിൻ്റെ കൺവെൻഷൻസ് വരുന്നുണ്ട്, ഇമ്പോർട്ട് ചെയ്യുന്ന കൺവെൻഷൻ ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് കൺവെൻഷൻസ് ഇനിയും വരുന്നുണ്ട്. സോ അത് നമുക്ക് നമ്മൾ GTM യൂസ് ചെയ്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ GTM യൂസ് ചെയ്തുകൊണ്ട് അത് ചെയ്യുന്ന ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോയി എന്താണ് കൺവെൻഷൻസ് എന്നും എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൺവെൻഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കൺവെൻഷൻ എന്താണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കൺവെൻഷനിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ ഈ ഒരു ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർഫേസിൽ നിന്നുകൊണ്ട് നമുക്ക് ക്രിയേറ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിവിടെ കൺവെൻഷൻ ആക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൺവെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നമുക്ക് ഗോൾസിൽ ചെന്ന് കഴിഞ്ഞാൽ സമ്മറി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് കൺവെൻഷൻ ആക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ രണ്ട് മെത്തേഡിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് വേഗം ചെയ്യാനായിട്ടാണെങ്കിൽ ഇതിൽ ചെന്നതിന് ശേഷം കൺവെൻഷൻ ആക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് കൺവെൻഷൻ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ സെറ്റപ്പ് ചെയ്യുന്ന ആ ഒരു ഇൻഡിയോട്ടാണ് നമ്മൾ പോകുന്നത്. സോ നമ്മൾ കൺവെൻഷൻ സെറ്റ് ചെയ്യുന്ന നേരത്തെ എന്താണ് കൺവെൻഷൻ, അതായത് നമുക്ക് ഗൂഗിൾ ആഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഏത് ക്യാമ്പയിൻ ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അവിടെ ഒരു ഗോൾ ഉണ്ടായിരിക്കണം. അതായത് എന്താണ് നമ്മുടെ റിസൾട്ട് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പല കൺവെൻഷൻ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു പർച്ചേസിൻ്റെ ക്യാമ്പയിനാണ്, നമ്മൾ സെയിൽസിൻ്റെ ക്യാമ്പയിൻ ചെയ്യുന്ന പർച്ചേസാണ് നമ്മുടെ കൺവെൻഷനായിട്ട് വരേണ്ടത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റിൽ ഒരു കൊമേഴ്സിൻ്റെ വെബ്സൈറ്റ് അതിൽ പ്രോഡക്റ്റിൻ്റെ ലാൻഡിംഗ് പേജ് ചെന്ന് ബൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വെബ്സൈറ്റ് ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൺവെൻഷൻ സെറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യുന്നത്? വെബ്സൈറ്റിൻ്റെ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് അതൊന്ന് ഹോവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഓൺലൈൻ സൈറ്റ്സ്, ലിങ്ക് ക്ലിക്ക്, പേജ് വ്യൂ, സൈൻ അപ്പ് ഇങ്ങനെ പറയുന്ന കുറച്ച് കൺവെൻഷൻസ് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ ഈ കൺവെൻഷൻസ് എല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെബ്സൈറ്റിൽ ഏതെങ്കിലും ഇതുപോലുള്ള പർച്ചേസ്, സെയിൽസ്, ക്ലിക്ക്, പേജ് വ്യൂ, സൈൻ അപ്പ് ട്രാക്ക് ചെയ്യണമെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ GTM എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് കൺവെൻഷൻ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ വീഡിയോസും എല്ലാ കൺവെൻഷൻസും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. വെബ്സൈറ്റിലെ എല്ലാ കൺവെൻഷൻസും നമ്മൾ ആ ഒരു മെത്തേഡിലായിരിക്കും സെറ്റ് ചെയ്യുന്നത്. സോ അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഇതിൽ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, നിങ്ങളത് നന്നായിട്ട് കാണുക. അപ്പം അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് വെബ്സൈറ്റിലെ കൺവെൻഷൻസ് സെറ്റ് ചെയ്യുന്നുള്ളത്. സോ അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഒരു കൺവെൻഷൻ നമ്മൾ സെറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് രണ്ട് ടൈപ്പിലുള്ള കൺവെൻഷൻസ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതായത് ഞാനിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വെബ്സൈറ്റിലും ഡൊമൈൻ ആദ്യം കൊടുക്കണം. അപ്പം ഞാൻ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുന്നു. കോപ്പി ചെയ്ത് കൊടുത്തതിന് ശേഷം സ്കാൻ കൊടുക്കുന്നു. സ്കാൻ കൊടുത്തതിന് ശേഷം അത് നമുക്ക് ലിങ്ക്ഡ്, അതായത് നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സുമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് ഒരൊറ്റ Gmail അക്കൗണ്ട് നിങ്ങൾ ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ GTM ഇതെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വലിയ കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഈസി മെത്തേഡിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. സോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ ക്രിയേറ്റ് കൺവെൻഷൻ ആക്ഷൻ ഫ്രം വെബ് ആൻഡ് ആപ്പ് ഇവൻറ്റ്സ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ആഡ് കൺവെൻഷൻ ആക്ഷൻ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തൊട്ട് താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടുന്ന് കൺവെൻഷൻ ആക്ഷൻ മാനുവലി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ മാനുവലിയാണ് ചെയ്യാൻ പോകുന്നത്, കോഡ് യൂസ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഇവിടെയാണ് നമ്മൾ വെബ്സൈറ്റിൻ്റെ കൺവെൻഷൻ എന്താണോ നമ്മൾ കൊടുക്കുന്നത് ആ ഡീറ്റെയിൽ നിങ്ങൾ അതിൽ പോയി നോക്കണം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാലായിരിക്കും കുറച്ചും കൂടി മനസ്സിലാകുന്നത്. സോ അത് നിങ്ങൾ കാണുക. ഇനി ഇവിടെ വരുമ്പോഴത്തേനും നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പ്രധാനമായിട്ട് 2 ടൈപ്പിലുള്ള കൺവേർഷൻസ് വരുന്നുണ്ട്. ഒന്ന് പ്രൈമറി, 2 സെക്കൻഡറി. ഇങ്ങനെ 2 കൺവേർഷൻ നമുക്കിവിടെ വരുന്നുണ്ട്. ഞാനിവിടുന്ന് പർച്ചേസ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രൈമറി കൺവെൻഷനും അതുപോലെ തന്നെ സെക്കൻഡറി ആക്ഷൻ എന്ന് പറഞ്ഞ് പ്രൈമറി ആക്ഷൻ യൂസ്ഡ് ഫോർ ബിഡിംഗ് ഒപ്റ്റിമൈസേഷൻ, സെക്കൻഡറി ആക്ഷൻ നോട്ട് യൂസ്ഡ് ഫോർ ബിഡിംഗ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് ഒന്നാമത്തെ പ്രൈമറി കൺവെൻഷനും രണ്ടാമത്തെ സെക്കൻഡറി കൺവെൻഷനുമാണ്. പ്രൈമറി കൺവെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു കൺവെൻഷൻ്റെ ബേസിലായിരിക്കും നമ്മളെ ബിഡിംഗ് ഒപ്റ്റിമൈസ് ചെയ്ത്, അതായത് നാം പറഞ്ഞു നമുക്ക് ഒരുപാട് ബിഡിംഗ് സ്ട്രാറ്റജി വരുന്നുണ്ട്. ക്ലിക്ക് ഉണ്ട്, മാക്സിമൈസ് ക്ലിക്ക് ഉണ്ട്, കൺവേർഷൻസ് ഉണ്ട്, ഇംപ്രഷൻ ഷെയർ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒപ്റ്റിമൈസേഷൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പ്രൈമറി ആക്ഷൻ്റെ കൺവേർഷൻ ഏതാണ് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ബിഡിങ്ങിനെ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. സെക്കൻഡറി ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ക്യാമ്പയിൻ പെർഫോം ചെയ്യുന്നത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് മാത്രമാണ്. അതിൻ്റെ ബേസിൽ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യില്ല, ജസ്റ്റ് കാണാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒപ്റ്റിമൈസിന് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യാറില്ല. ജസ്റ്റ് this action is marked secondary, will not be used for optimization by default. അതായത് ഒപ്റ്റിമൈസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാറില്ല. ആൻഡ് will only be reported in the all conversions column. Update the purchase goal under goal settings. ഓക്കെ, അതായത് നമ്മളിവിടെ പ്രൈമറി കൺവെൻഷൻ ചൂസ് ചെയ്യുന്നത് നമുക്ക് പ്രധാനമായിട്ട് നമ്മുടെ ആഡ് പെർഫോം ചെയ്യുന്നതിനെ കൂട്ടാനായിട്ട്, അതായത് നമ്മുടെ പർച്ചേസ് ഫൈനൽ ആ ഒരു പർച്ചേസിന് മാത്രമായിരിക്കും ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. സെക്കൻഡറി കൺവെൻഷനായിട്ട് ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ക്ലിക്ക് ഒരു ബട്ടൺ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വാട്സപ്പിലേക്ക് ട്രാഫിക് എടുക്കുന്ന ഒരു ബട്ടൺ ഉണ്ട്. സോ അത് ക്ലിക്ക് നമുക്ക് സെക്കൻഡറി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡറി കൺവെൻഷൻ സെറ്റപ്പ് ചെയ്യാം. സോ അത് ചെയ്യുന്നതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മൾ വാട്സപ്പിലും ചെയ്യുന്നത്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സെക്കൻഡറി കൺവെൻഷൻ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്ത് എടുക്കാവുന്നതാണ്. ഏതാണ് വാട്സപ്പിൻ്റെ ക്ലിക്ക് നമുക്ക് സെക്കൻഡറി കൺവെൻഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സെക്കൻഡറി കൺവെൻഷൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ഓൾ കൺവെൻഷൻ, അതായത് പ്രൈമറിയും സെക്കൻഡറിയും കൂടി വരുന്ന ഓൾ കൺവെൻഷൻ എന്ന് പറയുന്ന ഡാഷ്ബോർഡ് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഓൾ കൺവെൻഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓൾ കൺവെൻഷൻ ചെന്ന് കഴിയുമ്പോൾ പ്രൈമറി കൺവെൻഷനും സെക്കൻഡറി കൺവെൻഷനും കൂടിയുള്ള ടോട്ടൽ കൺവെൻഷൻ നമുക്കവിടെ കാണിച്ചു തരും. അവിടെ പ്രൈമറി കൺവെൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡീഫോൾട്ട് സെപ്പറേറ്റ് ഉണ്ട്. അതുകൂടാതെ ഓൾ കൺവെൻഷൻ ചെന്ന് കഴിയുമ്പോൾ പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും വന്നിരിക്കുന്ന ഒരു കൺവെൻഷനും കൂടെ ഓൾ കൺവെൻഷൻ എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു തരും. സോ ഇങ്ങനെ നമുക്കത് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് നമുക്കിത് വരുന്ന 2 കൺവെൻഷൻ, ഒന്ന് പ്രൈമറി കൺവെൻഷൻ, 2 സെക്കൻഡറി കൺവെൻഷൻ. ഞാൻ ജസ്റ്റ് അത് ക്ലോസ് ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കാണുക. ഞാൻ വീണ്ടും കൺവെൻഷൻ ആക്ഷന് വന്നു. കൺവെൻഷൻ ആക്ഷൻ വന്നതിന് ശേഷം സോ ഇവിടെ നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി വരുന്നതാണ് ഫോൺ കോൾ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഫോൺ കോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കോൾ ഫ്രം ആഡ്സ്, കോൾ ടു എ നമ്പർ ഓൺ യുവർ വെബ്സൈറ്റ്, ക്ലിക്സ് ഓൺ നമ്പർ ഓൺ മൊബൈൽ സൈറ്റ്സ്. അതായത് നമുക്കിവിടെ സെർച്ച് ആഡ്സ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുന്ന് എക്സ്റ്റൻഷൻസ് ധാരാളം കിട്ടും. അതായത് എക്സ്റ്റൻഷനെ പറ്റി ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും കാർഡ് ഞാൻ ഇതിൽ കൂട്ടത്തിൽ കൊടുക്കുക. ലിങ്കിലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് ഇടാം. അപ്പോൾ നിങ്ങളത് കാണുക. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് അസറ്റ്സ് എന്താണ് അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നമുക്ക് ഈ അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സെർച്ച് ആഡ്സ് സെറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സെർച്ച് ആഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ നേരത്ത് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും, അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. സോ ഇവിടെ നമ്മൾ ഒരു സെർച്ച് ആഡിന് സെർച്ച് ആഡിൻ്റെ കൂടെ നമ്മൾ എക്സ്റ്റൻഷനും കൂടെ ഈ കോളിൻ്റെ എക്സ്റ്റൻഷനുണ്ട്, സൈറ്റ് ലിങ്ക് എക്സ്റ്റൻഷനുണ്ട്, സ്നിപ്പറ്റ് എക്സ്റ്റൻഷൻ, അങ്ങനെ ഒരുപാട് എക്സ്റ്റൻഷനുണ്ട്. നമ്മളപ്പോൾ കോളിൻ്റെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ആഡിൻ്റെ കോളിൽ നിന്നും അല്ലെങ്കിൽ അതുകൊണ്ട് കോൾസ് ഫ്രം ആഡ്സ് യൂസിങ് കോൾ അസറ്റ്സിൽ നിന്നും എത്ര കോള് വന്നിട്ടുണ്ടെന്നുള്ള കൺവെൻഷൻസ് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. കോൾസ് ഫ്രം ആഡ്സ് യൂസിങ് കോൾ അസറ്റ്സ് യൂസ് ചെയ്തിട്ടുള്ള കോൾ ആഡ്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അതിൽ നിന്നും എത്രത്തോളം
കോഴ്സുകൾ നമുക്ക് കൺവേർഷൻ വന്നിട്ടുണ്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കോൾ ആഡ്സ് ഇങ്ങനെ ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. അത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ കോൾ ഫ്രം ആഡ്സ് ആൻഡ് അസറ്റ്സ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വാല്യൂ ഉണ്ട്. അതായത് നമുക്ക് യൂസ് ദ സെയിം വാല്യൂ ഫോർ ഈച്ച് കൺവേർഷൻ. അതായത് നമുക്ക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊരു കോഡിന് എത്രത്തോളം വാല്യൂ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു സർവീസിന് വന്ന ഒരു സർവീസിൻ്റെ റേറ്റ് അല്ലെങ്കിൽ സർവീസ് ചാർജ് എന്ന് പറഞ്ഞത് ഒരു 10,000 ആണെന്നിരിക്കെ, ആ 10,000 എന്ന് പറയുന്ന ആ സർവീസിൻ്റെ വാല്യൂ ഉള്ള ആ ഒരു സർവീസിലേക്ക് നമുക്ക് ഒരു എൻക്വയറി ആയിട്ട് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോളിൻ്റെ വാല്യൂ ഏകദേശം ആ ഒരു എമൗണ്ട് ആയിരിക്കും വരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ എടുത്ത് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഈ ഒരു സർവീസസിന് വേണ്ടിയിട്ട് 1,00,000 രൂപയോളം നമുക്ക് ഇൻകം കിട്ടി. അപ്പോൾ അത് ഒരു 10 കോളിൽ നിന്നാണ് അല്ലെങ്കിൽ 100 കോളിൽ നിന്നാണ് നമുക്ക് അത്രയും വന്നത്. അപ്പം ആ ഒരു 1,00,000 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ആ ഒരു 100 കോള് എന്ന് പറയുമ്പോൾ തന്നെ ആണെങ്കിൽ ഒരു കോളിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, യൂസ് ദ സെയിം വാല്യൂ ഫോർ ഈച്ച്. ഓരോ കൺവേർഷന് നമുക്ക് ഓരോ വാല്യൂ കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ എത്രയാണ് വരുന്നത്, സോ ആ ഒരു എമൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ദ കോളിൻ്റെ ആ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഡോണ്ട് യൂസ് വാല്യൂ ഫോർ ദിസ് കൺവേർഷൻ ആക്ഷൻ. അത് റെക്കമെൻഡഡ് ആണ്, നോട്ട് റെക്കമെൻഡഡ് ആണ്. ഇത് യൂസ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് കൺവേർഷനായിട്ട് നിങ്ങൾക്ക് വാല്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കണ്ട എന്നുള്ള രീതിയിലുള്ള, പക്ഷേ അത് നോട്ട് റെക്കമെൻഡഡ് ആണ് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മളൊരു വാല്യൂ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ഡീഫോൾട്ട് ഒരു വാല്യൂ ഇപ്പം 1,000 ആണ്, 1,000 10,000 ആണെങ്കിൽ അത് കൊടുക്കുക. പിന്നെ സെലക്ട് ഹൗ മെനി കൺവേർഷൻസ് ടു കൗണ്ട് പെർ ക്ലിക്ക് ഓർ ഇൻട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഓരോ ക്ലിക്കിൽ നിന്നും എത്രത്തോളം കൺവേർഷൻസ് നമുക്ക് അല്ലെങ്കിൽ ഇൻട്രാക്ഷനിൽ നിന്ന് എത്രത്തോളം കൺവേർഷൻസ് നമുക്ക് വരുന്നു എന്നാണ്. അതായത് ഓരോ ക്ലിക്കിലും എവരി ക്ലിക്കിലും ഓരോ കൺവേർഷനായിട്ട്, അതായത് ഒന്ന് വന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ഈ പറയുന്ന ആ കോഡിൽ വന്നൊന്ന് ക്ലിക്ക് ചെയ്യുന്നു, അതൊരു കൺവേർഷൻ. രണ്ടാമത് വരുന്ന വീണ്ടും ഒരു കൺവേർഷൻ, വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ഓരോ ക്ലിക്കിലും കൺവേർഷനാണ്. അതായത് ഓരോ സർവീസാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല റെക്കമെൻഡഡ് ഫോർ ലീഡ്സ് സൈനപ്പ് കണ്ടോ, ഇവിടെ നമുക്ക് പറഞ്ഞില്ല പർച്ചേസ് ഒക്കെ ആണെങ്കിൽ ഓരോ പർച്ചേസും വാല്യുബിൾ ആണ്. അപ്പോൾ നമ്മൾ എവരി കൊടുക്കുന്നതാണ് നല്ലത്, പർച്ചേസ് ക്യാമ്പയിൻ. അതേസമയം നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലീഡ്സ് സൈനപ്പ് ഇങ്ങനെയുള്ള ക്യാമ്പയിനാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ കൺവേർഷനാണ് സെറ്റ് ചെയ്യുമെങ്കിൽ 1 കൊടുക്കുന്നതാണ് നല്ലത്. അതായത് ഒരാൾ തന്നെ വന്ന് വീണ്ടും സെയിം ലീഡ് അല്ലെങ്കിൽ സെയിം സൈനപ്പ് തന്നെ വരുവാണ്, ഒരു വ്യക്തി ഒരാൾ തന്നെയാണ് വീണ്ടും വരുന്നെങ്കിൽ അത് മൾട്ടിപ്പിളായിട്ട് പോകാതെ എവരി കൊടുത്തു കഴിഞ്ഞാൽ അത് മൾട്ടിപ്പിളായിട്ട് പോകും. ആ സമയം അത് ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി നമുക്ക് 1 കൊടുക്കുക. ഇനി അതേസമയം ഒരു വ്യക്തി വന്ന് പല പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്, അതൊക്കെ ഓരോരോ പർച്ചേസുകളാണ്, അതുകൊണ്ട് നമുക്ക് എവരി കൊടുക്കാം. സോ ഇവിടെ നമുക്ക് കോൾസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കോളും അല്ല റിപ്പീറ്റ് വരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് 1 യൂസ് ചെയ്യാം. അതല്ല വീണ്ടും വിളിക്കുന്നത് ഇതാണെങ്കിൽ നമുക്ക് വാല്യൂ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും. ഇവിടെ ഞാനതിന് 1 കൊടുക്കുന്നു. ഇനി കോഡിലെ ലെങ്ത്, അതായത് എല്ലാ കോഡ്സും നമുക്ക് കൺവേർഷൻ ആകാൻ വരണമെന്നില്ല, ജസ്റ്റ് കോൾ വന്നു കഴിഞ്ഞാൽ മാത്രം പോരാ. നമുക്കത് കൺവേർഷനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അധികം നേരം സംസാരിച്ചാൽ മാത്രമേ നമുക്കത് കൺവേർഷനിലേക്ക് വരാൻ സാധിക്കത്തുള്ളൂ. സോ അപ്പം മാക്സിമം ഒരു സെക്കൻഡ്സ് നമുക്ക് ഇവിടെ 60 സെക്കൻഡ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ഡീഫോൾട്ട് കൊടുത്തിരിക്കുന്നത്. കുറഞ്ഞ ഒരു 60 സെക്കൻഡ്സ് അങ്ങ് കോൾ ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതൊരു കൺവേർഷനായിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. പിന്നെ ക്ലിക്ക് ത്രൂ കൺവേർഷൻ വിൻഡോ, അതായത് നമുക്ക് ഒരു കോള് വന്ന് 30 ദിവസത്തിനുള്ളിൽ അതിൽ നിന്നും ഒരു ആക്ഷൻ വന്നാൽ മാത്രമേ ഉള്ളൂ ഒരു കൺവേർഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അത് 30 ദിവസം കഴിഞ്ഞ്, അതായത് ഒരു കോള് വന്നു അത് കഴിഞ്ഞിട്ട് 30 ഡേയ്സ് കഴിഞ്ഞാണ് അവർ ആക്ഷൻ എടുക്കുന്നതെങ്കിൽ അത് ഇതിലേക്ക് വന്നൊരു കൺവേർഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യില്ല. അത് പുതിയ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ ചെയ്തു, നമ്മൾ കൺവേർഷൻ ഇതിൽ ത്രൂ ആണ് ആ ക്യാമ്പയിൻ ചെയ്തത്. അപ്പോൾ ആ ക്യാമ്പയിനകത്ത് നമ്മൾ ഈ ഒരു കൺവേർഷനാണ് സെറ്റ് ചെയ്ത് വിടുന്നതെങ്കിൽ ആദ്യം ഒരു വ്യക്തി വന്നു കണ്ടു, കണ്ടു, അതിനുശേഷം അവർ ഒരു 30 ദിവസത്തിനുള്ളിൽ വീണ്ടും വന്ന് ആ ഒരു സർവീസ് വീണ്ടും എടുക്കുകയാണെങ്കിൽ ഇതിലൂടെ വന്ന കൺവേർഷനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ അതിന് ശേഷമാണ് വരുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഇതിലൂടെ വന്ന അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിനൂടെ വന്ന കൺവേർഷൻ അല്ല എന്നായിരിക്കും കാൽക്കുലേറ്റ്, അതിലൂടെ വന്ന ക്യാമ്പയിൻ അല്ലാതെ ആയിരിക്കും വരുന്നത്. സോ അപ്പോൾ 30 ഡേയ്സിനുള്ളിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് നമുക്ക് 60 ഡേയ്സ്
അതോടൊപ്പം തന്നെ കസ്റ്റം കൊടുക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 90 days വരെ നമുക്കത് 1 to 60 days വരെയാണ് നമുക്കത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് 60 daysനുള്ളിൽ വരെ നമുക്ക് അങ്ങനെ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് വരുവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി ആട്രിബ്യൂഷൻ മോഡലിൽ നമ്മൾ വന്നു കഴിയുമ്പോഴത്തേന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡിറ്റർമിൻ ഹൗ മച്ച് ക്രെഡിറ്റ് ഈച്ച് ആഡ് ഇൻട്രാക്ഷൻ ഗെറ്റ്സ് ഫോർ യുവർ കൺവേർഷൻസ്. അതായത് എത്രത്തോളം ക്രെഡിറ്റ് ഓരോ ആഡിനും എടുക്കണം, ഏത് ആഡിലൂടെയാണ് കൺവേർഷൻ വന്നത്. അതായത് നമുക്ക് അറിയാം, നമ്മൾ ഒരുപാട് ആഡ്സുകൾ റൺ ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ ഒരാഡ് കണ്ടു, അതിനുശേഷം അപ്പോഴയാൾ കൺവേർഷൻ എടുത്തില്ല, അതായത് ആക്ഷൻ എടുത്തില്ല, പർച്ചേസ് ചെയ്തില്ല, അല്ലെങ്കിൽ സൈനപ്പ് ചെയ്തില്ല, എന്താണെങ്കിലും, അല്ലെങ്കിൽ കോൾ ചെയ്തില്ല. അതിനുശേഷം ഫസ്റ്റ് ആഡ് കണ്ടു, സെക്കൻഡ് ആഡ് കണ്ടു, തേർഡ് ആഡ്, പിന്നെ റിപ്പീറ്റ് അല്ല ഏതൊരു ആഡ് കണ്ടാണ് അവർ വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഓരോ ആഡിനും ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. ഇന്ന ആഡ് കണ്ടപ്പോഴത്തേനാണ് കൺവേർഷൻ വന്നതെങ്കിൽ ആ ഒരു ഇന്ന് ചെയ്ത ആഡിനായിരിക്കും ഒരു ക്രെഡിറ്റ് പോകുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം ചെയ്ത ആ ഒരു ആഡ് കണ്ടപ്പോഴത്തേനാണ് കൺവേർഷൻ വന്നതെങ്കിൽ ആ ആഡിനായിരിക്കും ക്രെഡിറ്റ് പോകുന്നത്. അങ്ങനെ ഓരോ ആഡിനും ക്രെഡിറ്റ് ഉണ്ട്. ആ ക്രെഡിറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ കാണാൻ പറ്റും. ബാക്കിയൊക്കെ നോൺ ലോങ്ങർ അവൈലബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ എനേബിൾ ആയി കിടക്കുന്നത് കാണാൻ സാധിക്കും. ഫസ്റ്റ് വൺ ഡേറ്റ ഡ്രിവൻ, സെക്കൻഡ് വൺ ലാസ്റ്റ് ക്ലിക്ക്. അതിനകത്ത് ലാസ്റ്റ് ക്ലിക്ക് നമുക്ക് ലാസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത് ഗീവ്സ് ഓൾ ക്രെഡിറ്റ് ഫോർ ദ കൺവേർഷൻ ടു ദ ലാസ്റ്റ് ക്ലിക്ക് ആഡ്. അതായത് ആ ലാസ്റ്റ് ഏത് ആഡിലാണോ ക്ലിക്ക് ചെയ്തത് അതിലൂടെ വന്നതായിട്ടായിരിക്കും ആ കൺവേർഷൻ. ഒരാൾ വന്ന് പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് കോൾ ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഏത് ആഡാണോ കണ്ട് ക്ലിക്ക് ചെയ്ത് വന്ന് കോൾ ചെയ്തത് അല്ല ആക്ഷൻ എടുത്ത് ആ ഒരു ലാസ്റ്റ് കണ്ട ആഡിനായിരിക്കും അവിടെ ക്രെഡിറ്റ് പോകുന്നത്. സോ അതിനെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലിക്ക് എന്ന് പറയുന്നത്, ലാസ്റ്റ് കണ്ട ആഡ്. അപ്പോൾ തൊട്ട് താഴെ ഫസ്റ്റ് ക്ലിക്ക് ഉണ്ട്. ഫസ്റ്റ് ക്ലിക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കണ്ട ആഡിനായിരിക്കും അവിടെ, അതായത് ആദ്യം ഒരു ആഡ് കണ്ടു, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് വേറെ ആഡ് കണ്ടു, അങ്ങനെ ഒരുപാട് ആഡ്സ് കണ്ടു. ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഏത് ആഡിനാണോ, ആദ്യം കണ്ട ആഡിനാണോ അല്ലെങ്കിൽ സെക്കൻഡ് കണ്ട ആഡിനാണ് ക്ലിക്ക് ചെയ്ത് ഏത് ആഡിനാണോ, ആദ്യം ക്ലിക്ക് ചെയ്ത് ഏത് ആഡിനാണോ ആ ആഡിനായിരിക്കും ക്രെഡിറ്റ് പോകുന്നത്. ലിനിയർ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുവാണ് കൺവേർഷൻസ് ഈക്വലി എല്ലാ ആഡ്സിന്. അതായത് ഒന്നാമത്തെ ആഡ് കൊണ്ട് ഒരു ഇമ്പാക്റ്റ് കൊടുത്തു, രണ്ടാമത്തെ ആഡ് കൊണ്ട് ഇമ്പാക്റ്റ് കൊടുത്തു, മൂന്നാമത്തെ ആഡിലാണ് കൺവേർഷൻ വന്നതെങ്കിൽ 3 ആഡ്സിനും ഈക്വലി ആയിരിക്കും ക്രെഡിറ്റ് പോകുന്നത്. അത് ടൈം ഡീക്കോ എന്നും പറഞ്ഞ് അടുത്തുണ്ട്. ഗീവ്സ് മോർ ക്രെഡിറ്റ് ടു ക്ലിക്സ് ദാറ്റ് ഹാപ്പൻഡ് ക്ലോസ് ഇൻ ടൈം ടു ദ കൺവേർഷൻ. അതായത് കൺവേർഷൻ ആകാറായപ്പോൾ ഏതൊക്കെ ആഡിനാണ് ക്ലിക്ക് ചെയ്തത് അതിനേക്കായിരിക്കും കൂടുതൽ ക്രെഡിറ്റുകൾ പോകുന്നത്. പിന്നെ പൊസിഷൻ ബേസ്ഡ് എന്ന് പറയുന്നതുണ്ട്. അതായത് പൊസിഷൻ ബേസ്ഡ് ഗീവ്സ് 40% ഓഫ് ക്രെഡിറ്റ് ടു ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്ലിക്ക്. ഫസ്റ്റ് ക്ലിക്ക് ചെയ്തതിനും ലാസ്റ്റ് ക്ലിക്ക് ചെയ്തതായിട്ടുള്ള ആഡ്സിനായിരിക്കും കൂടുതലും 40% ക്രെഡിറ്റ് പോകുന്നത്. ബാക്കി 20% മാത്രമുള്ളൂ അതിൻ്റെ ഇടയ്ക്കുള്ള ആഡുകൾക്ക് പോകുന്നത്. ലാസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് ക്ലിക്ക് ചെയ്ത ആഡുകൾക്ക്, അതായത് ഒരു 5 ആഡ് ഉണ്ടായിരുന്നു, 5ൻ്റെ ആദ്യത്തെ ആഡിനും 5ാമത്തെ ആഡിനും ക്ലിക്കായി, ഇടയ്ക്കത്തെ ആഡിന് അപ്പോൾ 20% ക്രെഡിറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതൊന്നും റെക്കമെൻഡഡ് അല്ല. നമുക്ക് റെക്കമെൻഡ് ആയിട്ട് ഇത് ഡേറ്റ ഡ്രിവൻ ആണ്. ഡേറ്റ ഡ്രിവൻ തന്നെയാണ് റെക്കമെൻഡഡ്. അതായത് ഇവിടെ നമുക്ക് വരുന്നത് മിഷൻ ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സിലൂടെ ആയിരിക്കും ഇവിടെ നമുക്ക് ആ ഒരു ആഡ്സിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അതായത് ഏത് ആഡ്സാണ് കൂടുതൽ ഇമ്പാക്റ്റ് വന്നത് അതിന് ക്രെഡിറ്റ് കൊടുത്തുകൊണ്ട് മിഷൻ ലേണിംഗ് ആ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഡേറ്റകളെ ഓരോ ആഡ്സിൻ്റെയും ക്രെഡിറ്റിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. സോ ഡേറ്റ ഡ്രിവൻ തന്നെയായിരിക്കും റെക്കമെൻഡ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വെൻ പോസിബിൾ ഡേറ്റ ഡ്രിവൻ യൂസസ് യുവർ accounts confirmation data to calculate the actual contribution of each ad interaction across the കൺവേർഷൻ പാത്ത്. ആ കൺവേർഷൻ പാത്ത്, അതായത് ഏതൊക്കെ ജേർണിയിലൂടെയാണ് ആൾ പോയത് ആ ഒരു കൺവേർഷൻ പാത്തിലൂടെ അക്രോസ് എല്ലാ കൺവേർഷൻ പാത്തിലൂടെ നോക്കി അതിനനുസരിച്ച് ഓരോ ആഡിൻ്റെയും ഇൻട്രാക്ഷന് കഴിച്ചു കൊടുക്കുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ ഡേറ്റ ഡ്രിവൻ ഒരു അട്രിബ്യൂഷൻ മോഡൽ എന്ന് പറയുന്നത്. സോ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുവരെ ഇപ്പോൾ നമ്മൾ ആഡ് സെറ്റ് നമ്മൾ കൺവേർഷൻ സെറ്റ് ചെയ്തു. സോ നിങ്ങളിത് സെറ്റപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൾസ് ഫ്രം യു ഹാവ് സെറ്റപ്പ് യുവർ കോൾസ് ഫ്രം
കൺവേർഷൻ ആക്ഷൻ എന്ന് പറഞ്ഞൊരു വിൻഡോ വരും. സോ അത് നിങ്ങൾ ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തു കഴിയുമ്പം നിങ്ങൾ ആ ഒരു കൺവേർഷൻ ആക്ഷൻ നമ്മുടെ അസറ്റ്സിൽ നിന്നും, അതായത് ടെസ്റ്റ് ആഡ്സ്, സെർച്ച് ആഡ്സിൻ്റെ ആ ഒരു അസറ്റ്സ് അല്ലെങ്കിൽ ഫോൺ കോൾ ആഡ്സിൽ നിന്നുള്ളത് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ അതിനുശേഷം ഫോൺ കോളിൽ പോയി നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കോൾ ഫ്രം ആഡ് ആൻഡ് അസറ്റ്സ് എന്നും പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് പ്രൈമറി കൺവേർഷനാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കോൾ ഫ്രം നമ്മുടെ അസറ്റ്സ് അല്ലെങ്കിൽ ഫോൺ കോൾ ആഡ്സിൽ നിന്നുള്ള കൺവേർഷൻ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഫോൺ കോൾസിൻ്റെ കൺവേർഷൻ സെറ്റ് ചെയ്യാനുണ്ട്. വീണ്ടും നമ്മൾ കൺവേർഷൻ ആക്ഷനിൽ പോവുക. കൺവേർഷൻ ആക്ഷനിൽ പോയിട്ട് വീണ്ടും നമ്മുടെ ഫോൺ കോൾസിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ തൊട്ട് താഴെ കോൾസ് ടു എ ഫോൺ നമ്പർ ഓൺ യുവർ വെബ്സൈറ്റ്, അതായത് നമ്മളിപ്പം അസറ്റ്സ്, അതായത് നമ്മൾ ആഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പം ആ ഒരു കോൾ ആഡ്സ് അല്ലെങ്കിൽ കോളിൻ്റെ അസറ്റ്സിലൂടെ ഡയറക്റ്റ് നമ്മുടെ ആഡ്സിൽ നിന്നും വരുന്ന കോൾ മാത്രമാണ് നമ്മൾ ഇതിൽ ട്രാക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ വെബ്സൈറ്റിലും ഇനി കോൾ ബട്ടൺ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് അവിടെ വന്നിട്ട് നമുക്ക് കോൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓൺ യുവർ വെബ്സൈറ്റ് എന്ന് കണ്ടോ പറഞ്ഞിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ വേറെയുണ്ട് ക്ലിക്സ് ഓൺ യുവർ നമ്പർ ഓൺ യുവർ മൊബൈൽ വെബ്സൈറ്റിലൂടെയും നമുക്ക് ട്രാക്ക് ചെയ്യണം. അപ്പോൾ മൂന്നിനും 3 ഓപ്ഷൻസാണ് വന്നിരിക്കുന്നത്. സോ അവിടെ നമ്മൾ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മളുടെ വെബ്സൈറ്റ് കോളെന്ന് കൊടുക്കുക, വാല്യൂ കൊടുക്കുക, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അതിനുശേഷം നമ്മൾ കൗണ്ട് എങ്ങനെയാണ് ഓരോ കോളും, ഏവരി കോളും ഓരോ ലീഡ്സ് ആയിട്ടാണ് അല്ലെങ്കിൽ കൺവേർഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ റിപ്പീറ്റ് വരാതിരിക്കാൻ ജസ്റ്റ് 1 മാത്രമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 1 കൊടുക്കുക. ഇനി നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടുന്ന് നമ്മുടെ കൺട്രി ഏതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടുന്ന് നമ്മൾ നമ്പർ കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ ചോദിക്കും എൻ്റർ ദ ഫോൺ നമ്പർ പീപ്പിൾ സീ കറൻ്റ്ലി ഓൺ യുവർ വെബ്സൈറ്റ്, അതായത് നമ്മുടെ വെബ്സൈറ്റിലുള്ള നമ്പർ, അതായത് നമ്മളിവിടെ കൊടുക്കുന്ന നമ്പർ നമ്മുടെ വെബ്സൈറ്റ് വേണം. ആ വെബ്സൈറ്റിൽ നമ്പർ വേണം നമ്മളിവിടെ ഡിസ്പ്ലേ നമ്പറായിട്ട് ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആ നമ്പർ അപ്രൂവ് ആകത്തില്ല. അപ്പോൾ നമ്മൾ ആ സെയിം നമ്പർ തന്നെ ഇവിടെ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ നമ്പർ ടച്ച് അവരത് ഇപ്പം അസറ്റ്സിലെ ആണെങ്കിലും വെബ്സൈറ്റിലെ ഒക്കെ ആണെങ്കിലും അതിൽ ത്രൂ നമുക്ക് കോള് വരുമ്പോൾ തന്നെ അത് റീഡയറക്റ്റ് ചെയ്ത് ഗൂഗിൾ ഫോർവേഡ് നമ്പറിലായിരിക്കും കോള് പോകുന്നത്. അപ്പം കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നമ്പറിൽ പോകണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൻ്റെ ആ ഒരു ഫോർവേഡ് നമ്പറിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെബ്സൈറ്റിൽ നമ്പർ തന്നെ കറക്റ്റായിട്ട് ഡിസ്പ്ലേ നമ്പറിൽ കൊടുക്കണം. അതെല്ലാം കൊടുക്കുക. നമ്മുടെ കോൾ ലെങ്ത്, അതോടൊപ്പം തന്നെ ക്ലിക്ക് ത്രൂ കൺവേർഷൻ വിൻഡോ 30 days, നമ്മുടെ ആട്രിബ്യൂഷൻ മോഡൽ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണെന്നുള്ളത്. ആട്രിബ്യൂഷൻ നമ്മൾ ഡേറ്റ ഡ്രിവൻ തന്നെ കൊടുക്കുക, റെക്കമെൻഡഡ് ആണത്. അതിന് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ വരെ നമുക്കിനി വരുന്നത്, അതായത് നേരത്തെ നമ്മൾ കോൾസ് ഫ്രം ഫോൺ കോൾ ആഡ്സ് അല്ലെങ്കിൽ അസറ്റ്സിൽ നിന്നാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വിട്ടാൽ മതി. ഇവിടെ വരുമ്പോഴത്തേന് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് വരുന്നുണ്ട് എക്സ്ട്രാ. അതായത് ഇവിടെ നമുക്കൊരു കോഡ് കിട്ടും. അതൊന്ന് GTAG ആണ്. അതിനാണ് ഞാൻ പറഞ്ഞത് നേരത്തെ നമ്മൾ കൺവേർഷൻ സെറ്റപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് കാണുക, അത് പഠിക്കുക. അത് പഠിച്ചതിന് ശേഷം ഇത് കാണുക, അപ്പോഴാണ് അത് കൂടുതൽ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു GTAG കിട്ടും, അതോടൊപ്പം തന്നെ സ്നിപ്പറ്റ് കിട്ടും. ഇത് നമ്മൾ സെറ്റപ്പ് ചെയ്യണം. അപ്പം ഇവിടെ കൊണ്ട് ഇൻസ്റ്റാൾ ദ ടാഗ് യുവർ സെൽഫ്, ആഡ് ദ ടാഗ് ടു യുവർ വെബ്സൈറ്റ് കോഡ്. വെബ്സൈറ്റ് കോഡിൽ നമ്മൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു ടാഗ് നമ്മൾ ഇടണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചാണ്, ടു സെറ്റ് അപ്പ് കൺവേർഷൻ ട്രാക്കിംഗ് ഫോർ വെബ്സൈറ്റ് കോൾ യു മസ്റ്റ് ഹാവ് ദ ഗൂഗിൾ ടാഗ് ആൻഡ് ഫോൺ സ്നിപ്പറ്റ് ഓൺ യുവർ വെബ്സൈറ്റ്. നമ്മുടെ വെബ്സൈറ്റിൻ്റെ ബാക്കെൻഡിൽ ഒരു ഗൂഗിൾ ടാഗും ഒരു ഗ്ലോബൽ ടാഗാണ്, ഗൂഗിളിൻ്റെ തന്നെ ഒരു ടാഗാണ്. അതോടൊപ്പം തന്നെ ഒരു ഫോണിൻ്റെ സ്നിപ്പറ്റും കോഡും നമ്മൾ ഇട്ടിരിക്കണം. അപ്പോൾ ഇവിടെ കണ്ടോണം, ദ ഗൂഗിൾ ടാഗ് ആഡ് വിസിറ്റേഴ്സ് ടു യുവർ റീമാർക്കറ്റിംഗ് ലിസ്റ്റ് ആൻഡ് സെറ്റ്സ് ന്യൂ കുക്കീസ് ഓൺ യുവർ ഡൊമൈൻ which will store information about the article that brought a user to your website. You must install this tag on your every page of your. നമ്മുടെ ഈ GTAG എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ടാഗാണ്, ഗൂഗിളിൻ്റെ തന്നെ ഒരു ടാഗാണ്. ഗൂഗിളിന് ഏത് പ്രോഡക്റ്റ് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ അനലിറ്റിക്സ് കണക്ട് ചെയ്താലും ഗൂഗിൾ ടാഗ് മനസ്സിൽ കണക്ട് ചെയ്താലും നമ്മൾ ഈ GTAG നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ ഏതെങ്കിലും പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ GTAG ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ GTAG ചെയ്തിട്ടില്ലെങ്കിൽ ഇതുണ്ട്, ദ ഗൂഗിൾ ടാഗ് ഈസ് നോട്ട് ഇൻസ്റ്റാൾ ഓൺ യുവർ, നമ്മുടെ വെബ്സൈറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇത് കോപ്പി ചെയ്യുക. ഇതിങ്ങനെ കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ അത് ബാക്ക് എൻഡിൽ പേസ്റ്റ് ചെയ്യുക. ഇനി അതല്ല, ദ ഗൂഗിൾ ടാഗ് ഈസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ഓൺ ഓൾ പേജസ് ബട്ട്
കംസ് ഫ്രം അനദർ ഗൂഗിൾ പ്രോഡക്റ്റ് ആണ്, സച്ച് ആസ് ഗൂഗിൾ അനലിറ്റിക്സ് ഓർ ഫ്രം അനദർ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്. വേറൊരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഗൂഗിൾ ആഡ്സിൻ്റെ കോഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഗൂഗിൾ ടാഗ് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, പക്ഷേ ഈ ഒരു കോഡ് വേറെ ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് അത് ചൂസ് ചെയ്യാം. ഇനി അതല്ല, ദ ഗൂഗിൾ ടാഗ് ഓൺ ഓൾ പേജസ് വാസ് ഇൻസ്റ്റാൾഡ് ഓൾറെഡി വെൻ യു ക്രിയേറ്റ് ആൻ അനദർ കൺവേർഷൻ ആക്ഷൻ ഇൻ ദിസ് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്. അതായത് നമ്മൾ ഗൂഗിൾ ടാഗ് ഓൾറെഡി നമ്മുടെ പേജിലെല്ലാം ഉണ്ട്. സോ വെൻ യു ക്രിയേറ്റ് ആണത് കൺവേർഷൻ ആക്ഷൻ ഇൻ ദിസ് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട്. ഓക്കെ, നമ്മൾ സോ ഇത് നമ്മൾ അതായത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട, അതായത് മേക്ക് ഷുവർ ദാറ്റ് ദ ഗൂഗിൾ ടാഗ് ഓൺ എവരി പേജ് ഓഫ് യുവർ വെബ്സൈറ്റ് ആൻഡ് ചെക്ക് ദാറ്റ് ആൻഡ് ഓക്കെ. നമുക്ക് കൺവേർഷൻ ഐ ഡി വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഐ ഡി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഗൂഗിൾ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊന്നും നമ്മളൊരു ഗൂഗിളിൻ്റെ പ്രോഡക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാഗ് വെബ്സൈറ്റിൻ്റെ എല്ലാ പേജിലും, അത് നമുക്ക് വേഡ് പ്രസ്സിലാണെങ്കിൽ നമുക്ക് പ്ലഗിൻസ് കിട്ടും, പ്ലഗിൻസിൽ കൊണ്ടിട്ടാച്ചാൽ മതി. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ അപ്പിയറൻസ് പോയി തീം എഡിറ്ററുണ്ട്, അതിൻ്റെ ഇതിലിട്ട് കഴിയുമ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റിൻ്റെ എല്ലാ പേജസിലും അത് അപ്ലൈ ആവും. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ആ ഒരു ഗൂഗിൾ ടാഗ് മാനേജർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഗൂഗിൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് കൺവെൻഷൻ സെറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അത് നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ ചെയ്യേണ്ടതാണ്, ഈ ഫോൺ സ്നിപ്പറ്റിൻ്റെ കോഡ് നമുക്ക് കിട്ടും. ഈ ഫോൺ സ്നിപ്പറ്റിൻ്റെ കോഡ് നമുക്ക് copy the snippet below and paste between the head tags of the page where is your phone number appears. നമ്മുടെ ഫോൺ നമ്പർ എവിടെയാണ് അപ്പിയർ ചെയ്യുന്നത്, ഹോം പേജിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ ലാൻഡിംഗ് പേജിലാണോ ഉള്ളത്, ആ പേജിൻ്റെ ഹെഡ് ഓപ്പൺ ചെയ്യുന്നത് ഹെഡ് ക്ലോസ് ചെയ്യുന്നതായിട്ടുള്ള സെക്ഷനിൽ പോയിട്ട് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഇതാണ് നമ്മൾ തന്നെ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡെവലപ്പർക്ക് ഇത് ചെയ്ത് കൊടുക്കാം. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടാഗ് മാനേജർ യൂസ് ചെയ്യാം. അപ്പോൾ ടാഗ് മാനേജർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ വേഗം ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ടാഗ് മാനേജർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടാഗ് മാനേജർ വെബ്സൈറ്റുമായിട്ട് ഓൾറെഡി കണക്ട് ആയിരിക്കണം. അപ്പോൾ നമുക്കൊരു കൺവേർഷൻ ഐ ഡിയും ഒരു കൺവേർഷൻ ലേബലും കിട്ടും. ഈ കൺവേർഷൻ ഐ ഡിയും കൺവേർഷൻ ലേബലും കോപ്പി ചെയ്യുക, നമ്മൾ ടാഗ് മാനേജ് ചെയ്യുന്നതിന് ശേഷം അവിടെ പോയി പേസ്റ്റ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെയാണ്, സെയിം മെത്തേഡിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് ചെയ്യണം, കൺവേർഷൻ ലിങ്ക് ടാഗ് എന്ന് പറയുന്നൊരു ടാഗുണ്ട്. ആ ടാഗ് നമുക്ക് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കണം. ഏതായാലും ഞാൻ ജസ്റ്റ് ഗൂഗിൾ ടാഗ് മാനേജർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ ഓൾറെഡി ഗൂഗിൾ ടാഗ് കുറേ ടാഗുകൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കൺവേർഷൻ ഐ ഡിയും ഈ ഒരു കൺവേർഷൻ ലേബലും നിങ്ങൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അത് നിങ്ങൾ സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മേക്ക് ഷുവർ യുവർ ആഡ് കൺവേർഷൻ ലിങ്ക് ടാഗ് ആൻഡ് കോൺഫിഗർ ഇറ്റ് ടു ഫയർ ഓൺ ഓൾ യുവർ പേജസ്. കൺവേർഷൻ ലിങ്കർ ടാഗ് എന്ന് പറയുന്ന ടാഗ് ഉണ്ട്, അത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാൻ നേരത്തെ കാണാൻ പറ്റും. കൺവേർഷൻ ലിങ്കർ ടാഗ് കോൺഫിഗറേഷൻ ചെയ്തതിന് ശേഷം ടാഗ് ടൈപ്പ്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ആ ഒരു വീഡിയോ കാണുക. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുക. കൺവേർഷൻ ലിങ്കർ നിങ്ങൾ കൺവേർഷൻ ലിങ്കർ കൊടുക്കുക. അതിനുശേഷം ട്രിഗറിങ്ങിൻ്റെ അവിടെ ഓൾ പേജസ് കൊടുക്കുക. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന ഒരു ഗൂഗിൾ ടാഗ് മാനേജറിൻ്റെ കുറച്ച് പ്ലേലിസ്റ്റ് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണുക. അത് കണ്ടതിന് ശേഷം നിങ്ങളിത് കാണുക. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിനുശേഷം നിങ്ങൾ ടാഗിൽ വന്നിട്ട് ശേഷം ന്യൂ ടാഗ് എടുക്കുക. ന്യൂ ടാഗ് എടുത്തതിന് ശേഷം ഇവിടെ കോൾ ഫ്രം വെബ്സൈറ്റ് എന്നുള്ളത് കൊടുക്കുക. ഈ ടാഗ് കോൺഫിഗറേഷൻ ചെല്ലുക. അതിനുശേഷം നിങ്ങളൊന്ന് ഗൂഗിൾ ആഡ്സ് കൊടുക്കുക. അതിനുശേഷം
ഗൂഗിൾ ആഡ്സ് ഫ്രം നമുക്ക് ഗൂഗിൾ ആഡ്സ് കോൾസ് ഫ്രം വെബ്സൈറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം ഡിസ്പ്ലേയുടെ നമ്പർ നമ്മളിവിടെ കൊടുക്കുക. അതിനുശേഷം കൺവേർഷൻ ID കൊടുക്കുക. കൺവേർഷൻ ലേബൽ കോപ്പി ചെയ്യുക. ഇവിടെ നിങ്ങൾ കൺവേർഷൻ ലേബൽ കൊടുക്കുക. ഇനി അവിടെ ട്രിഗർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എങ്ങനെ എപ്പോഴാണ് ഇത് ട്രിഗർ ചെയ്യേണ്ടത്, അതായത് എന്ത് ആക്ഷൻ സംഭവിക്കുമ്പോഴാണ് അത് ട്രിഗർ ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രിഗർ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ പേജ് വ്യൂ ഉണ്ട്. പേജ് വ്യൂ ചെയ്യുമ്പോഴത്തേനാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രിഗർ സെറ്റ് ചെയ്യുമ്പോഴത്തേനാണെന്നുള്ളത്, അതിനനുസരിച്ച് നമ്മളിവിടെ ട്രിഗറിന് അഡീഷൻ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് അഡീഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗൂഗിൾ ആഡ്സ് മാനേജറിനെ പറ്റി ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് മാനേജർ എന്താണെന്ന് മനസ്സിലാവും. സോ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷം നമുക്കിവിടെ എന്താണ് ട്രിഗർ ടൈപ്പ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾ പേജസ് കൊടുക്കുക. ഓൾ പേജസ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു നമ്മളപ്പോൾ കോൾസ് ഫ്രം വെബ്സൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. സെറ്റപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ഗൂഗിൾ ആഡ്സിൽ ചെയ്യുന്നതിന് ശേഷം നമ്മളിവിടെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ ഡൺ കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്തൊരു ടാഗ് സെറ്റ് ചെയ്തു. ഇനി വീണ്ടും നമുക്കത് കാണുന്നുണ്ടെങ്കിൽ ഫോൺ കോൾ ലീഡിൻ്റെ അവിടെ ചെന്നതിന് ശേഷം നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റ് കോള് ഓക്കെ. അപ്പോൾ സോ ഇത് നമുക്ക് ഇപ്പോൾ ഇന്നാക്റ്റീവ്, ഈ വെബ്സൈറ്റ് കോൾ എന്ന് പറയുന്നത് ഇന്നാക്റ്റീവ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ആഡ് റൺ ചെയ്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് നമ്മുടെ ഇതിൽ ത്രൂ ഇത് വന്നു കഴിയുമ്പോൾ നമുക്ക് കോൾസ് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് ആകും. സോ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ആ ഒരു ഗൂഗിൾ ടാഗ് മാനേജറും അതോടൊപ്പം തന്നെ നേരത്തെയുള്ള നമ്മൾ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് മറ്റ് ട്രാക്കിങ്ങുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്തെന്ന് മനസ്സിലായിക്കോളും. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻ സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്രിയേറ്റിൽ പോയതിന് ശേഷം കൺവേർഷൻ ആക്ഷനിൽ പോയി കഴിയുമ്പോൾ ഫോൺ കോൾസ് തന്നെ ക്ലിക്ക് ഓൺ യുവർ നമ്പർ ഓൺ യുവർ മൊബൈൽ വെബ്സൈറ്റ് എന്ന് പറഞ്ഞ് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കൊടുത്തതിന് ശേഷം GTM യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനെ 3 ടൈപ്പിലുള്ള കൺവേർഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്ന് അസറ്റ്സ് അല്ലെങ്കിൽ കോള് ആഡ്സിൽ നിന്ന് ട്രാക്ക് ചെയ്യാനായിട്ട്. അവിടെ നമുക്ക് പ്രത്യേകിച്ച് സെറ്റപ്പ് ഒന്നും തന്നെ വരുന്നില്ല. എന്നാൽ കോൾസ് ടു എ ഫോൺ നമ്പർ ഓൺ യുവർ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ട്രാക്ക് ചെയ്യുന്നതായിട്ട് വരുന്നുണ്ട്. ഇനി ക്ലിക്സ് ഓൺ യുവർ നമ്പർ ഓൺ യുവർ മൊബൈൽ വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. മൊബൈൽ വെബ്സൈറ്റിൽ ത്രൂ എത്തൊക്കെ കോൾസ് വന്നിട്ടുണ്ടോ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട്. ഇനി വരുന്നതാണ് ആപ്പ് ഇൻസ്റ്റാൾ. നമുക്കൊരു ആപ്പ് ഇൻസ്റ്റാൾ അതിന് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആപ്പ് ഇൻസ്റ്റാൾ ക്യാമ്പയിനാണ് ആപ്പ് ഇൻസ്റ്റാൾ എന്ന് പറയുന്ന. അതോടൊപ്പം തന്നെ ആപ്പ് പർച്ചേസ്, ആപ്പ് ആക്ഷൻ, ഇതെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പിനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് ഗൂഗിൾ അനലിറ്റിക്സ്, GA4 അല്ലെങ്കിൽ ഫയർബേസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ആപ്പിൻ്റെ കംപ്ലീറ്റ് ആക്ഷൻസ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടക്കുന്നതെന്നുള്ളത് നമുക്ക് ട്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂസ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ആപ്പ് വേണം. ആപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഇവൻ്റൊന്നും കാണിക്കാത്തത്. ആപ്പുമായിട്ട് നമ്മൾ ഈ ഒരു ഗൂഗിൾ അനലിറ്റിക്സ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവൻറ്റ്സുകളെല്ലാം ഇവിടെ കാണിക്കും. അതിനുശേഷം നമുക്ക് ഇമ്പോർട്ടൻറ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു കംപ്ലീറ്റ് ഇത് നമ്മുടെ ക്യാമ്പയിനിൽ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെയാണ് ഓരോന്നും. കൺവേർഷൻ ആക്ഷൻ വരുന്നു, ആപ്പിൽ വരുന്നു, ഗൂഗിൾ പ്ലേ അതിൽ നിന്ന് ഇൻസ്റ്റാൾ വന്നിരിക്കുന്നതും ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പർച്ചേസ് ചെയ്തിരിക്കുന്ന ആക്ഷൻസും അതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഇവിടെ നിന്ന് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൺവേർഷൻ നെയിമും അതോടൊപ്പം തന്നെ മൊബൈൽ ആപ്പ് ഏത് ആപ്പാണെന്നുള്ളത് നമുക്ക്
ഗൂഗിൾ പ്ലേ അതിൽ ഏതാണ് ആപ്പ് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഗൂഗിൾ പ്ലേ ഏത് ആപ്പാണ് വരുന്നത് അത് നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്കിവിടെ ആപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ആപ്പില്ലാത്തത് കൊണ്ടാണ് നമുക്കത് കാണിക്കാൻ സാധിക്കാത്തത്. സോ അതെല്ലാം കൊടുത്തതിന് ശേഷം അവിടെയും നമുക്ക് ഈ പറയുന്ന ഗൂഗിൾ അനലിറ്റിക്സ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇവൻറ്റ്സുകളെല്ലാം ഇങ്ങോട്ട് ക്രിയേറ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നമുക്കത് ഇവിടുന്ന് ട്രാക്കായിട്ട് വരുന്നതാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ കൺവേർഷൻസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഒരു ഗൂഗിൾ ടാഗ് മാനേജറും ഗൂഗിൾ ആഡ്സിൻ്റെ വെബ്സൈറ്റിൻ്റെ കൺവേർഷൻ സെറ്റപ്പ് ചെയ്യുന്നത് ഓൾറെഡി വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. അതിനുശേഷം നിങ്ങൾ കൺവേർഷൻസ് സെറ്റ് ചെയ്യുന്നതൊക്കെ നോക്കുക. അപ്പം കൺവേർഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കൺവേർഷൻ്റെ ബേസിലാണ് നമ്മൾ ഒരു ആഡിന് എത്രത്തോളം റിസൾട്ട് കിട്ടിയെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ അതിന് ബേസിലായിരിക്കും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക. വീഡിയോ കണ്ട് നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. സോ ഇപ്പോൾ നമുക്ക് ആപ്പ് അല്ലെങ്കിൽ ആപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്ത് നോക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഡെമോ ആയിട്ട് എന്തെങ്കിലും വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ആപ്പിൽ വരുമ്പോഴത്തേനും കുറച്ച് ലിമിറ്റേഷൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പം ആപ്പിൻ്റെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് റിയലി ക്ലയൻസിൻ്റെ എടുത്ത് കാണിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ലിമിറ്റേഷൻ ക്ലയൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് വരുന്നുള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്തത്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങൾ നോക്കുക, ഇത് നിങ്ങൾ നോക്കി പഠിക്കുക. സോ അപ്പോൾ നമുക്ക് ഇനി അടുത്തതിൽ നമ്മൾ ക്യാമ്പയിനാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കൺവേർഷൻ നോക്കണം, അസറ്റ്സിൻ്റെ നോക്കണം, അങ്ങനെയുള്ള വീഡിയോസ് ഗൂഗിൾ ടാഗ് മാനേജറും അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ നോക്കുക. അതിനുശേഷം നിങ്ങൾ വീഡിയോ കണ്ട് പഠിക്കുക. സോ താങ്ക് യു.